ഇനി ഇന്നത്തെ അറിയിപ്പുകൾ നോക്കാം. സംസ്ഥാനത്ത് കടുത്ത വേനൽ ചൂടിനെ തുടർന്ന് വിദ്യാർത്ഥികളുടെ ആരോഗ്യ സംരക്ഷണം മുൻനിർത്തി കർശന നടപടികൾ. സ്കൂളുകളിലും ട്യൂഷൻ സെന്ററുകളിലും ക്ലാസ് സമയക്രമം സർക്കാർ കോടതി നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പിൻവലിക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ ഉത്തരവ്. ലംഘനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം. വേനൽക്കാലത്ത് വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സ്കൂളുകളിലും ട്യൂഷൻ സെന്ററുകളിലും ക്ലാസ് നടത്തുന്നതിന് സമയപരിധി നിർബന്ധമാക്കി ബാലാവകാശ കമ്മീഷൻ. സർക്കാർ കോടതി ഉത്തരവുകൾ കർശനമായി പാലിക്കണമെന്നും ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, CBSE, ICSE അധികാരികൾ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, സംസ്ഥാന പോലീസ് മേധാവി എന്നിവർക്കാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശി ഡോക്ടർ ജിതിൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പഠന പിന്തുണ ക്ലാസുകളുടെ നിലവിലെ സമയക്രമം മുൻ ഉത്തരവുകൾക്ക് വിരുദ്ധമാണെന്നും കമ്മീഷൻ കണ്ടെത്തി. 5 മുതൽ 9 വരെയുള്ള ക്ലാസുകൾക്കുള്ള പഠന പിന്തുണ ക്ലാസുകൾ രാവിലെ 10:30 അവസാനിപ്പിക്കുന്ന തരത്തിൽ പുനഃക്രമീകരിക്കണം. അതേസമയം CBSE, ICSE സ്കൂളുകളും കേന്ദ്രീയ വിദ്യാലയങ്ങളും രാവിലെ 7:30 മുതൽ 10:30 വരെ മാത്രമേ ക്ലാസുകൾ നടത്താവൂ. ട്യൂഷൻ സെന്ററുകളും ഇതേ സമയക്രമം പാലിക്കണം. ഇത് പോലീസ് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ ഉറപ്പാക്കണമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ ക്ലാസുകൾക്കും ഈ ഉത്തരവ് ബാധകമാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. രാജ്യത്തെ യുവാക്കൾക്ക് മികച്ച തൊഴിലവസരവുമായി LIC ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് 180 ജൂനിയർ അസിസ്റ്റന്റ് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈൻ ഏപ്രിൽ 30 വരെ അപേക്ഷിക്കാം. LIC ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് വിവിധ സംസ്ഥാനങ്ങളിലായി 180 ജൂനിയർ അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് നിയമനത്തിനായി വിജ്ഞാപനം പുറത്തിറക്കി. ഉദ്യോഗാർത്ഥികൾക്ക് ഏപ്രിൽ 30 വരെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. കുറഞ്ഞത് 55% മാർക്കോടെ ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 21 മുതൽ 30 വയസ്സുവരെയാണ്. തിരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളിലായിരിക്കും. ആദ്യം ഓൺലൈൻ പരീക്ഷയും രണ്ടാമത് അഭിമുഖവും നടത്തും. 120 മിനിറ്റ് ദൈർഘ്യമുള്ള പരീക്ഷയിൽ ഇംഗ്ലീഷ്, റീസണിംഗ് എബിലിറ്റി, ജനറൽ അവയർനെസ്, ന്യൂമെറിക്കൽ എബിലിറ്റി, കമ്പ്യൂട്ടർ നോളജ് എന്നിവ ഉൾപ്പെടും. അടിസ്ഥാന ശമ്പളം 20,000 രൂപയും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് വിവരങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. അത്യുഷ്ണത്തിൽ കേരളം ചുട്ടുപൊള്ളുമ്പോൾ സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം വീണ്ടും കുതിച്ചുയരുന്നു. 117.15 ദശലക്ഷം യൂണിറ്റാണ് ഇന്നലത്തെ ഉപഭോഗം. പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഏർപ്പെടുത്താതെ തന്നെ മുന്നോട്ടു പോകുന്നതിനുള്ള നടപടികൾ KECB സ്വീകരിച്ചു വരികയാണെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി പറഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിദിന ഉപഭോഗത്തിൽ കേരളം സർവകാല റെക്കോർഡിലെത്തി. 117.15 ദശലക്ഷം യൂണിറ്റ് ശനിയാഴ്ച ഉപയോഗിച്ചതായാണ് KECBയുടെ കണക്ക്. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകതയിലും കേരളത്തിൽ റെക്കോർഡ് ഉപഭോഗമാണ് രേഖപ്പെടുത്തിയത്. 6033 മെഗാവാട്ടാണ് വൈകിട്ടത്തെ ആവശ്യകത. വെള്ളിയാഴ്ച ഇത് 6013 മെഗാവാട്ടായിരുന്നു. 2024 മെയ് 3 രേഖപ്പെടുത്തിയ 115.94 ദശലക്ഷം യൂണിറ്റ് എന്ന റെക്കോർഡാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തിരുത്തിയത്. കടുത്ത ചൂട് കാരണം വീടുകളിലും മറ്റും ഫാൻ, AC അടക്കമുള്ളവയുടെ ഉപയോഗം ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. LPG ക്ഷാമത്തെ തുടർന്ന് ഇൻഡക്ഷൻ കുക്കറിന്റെ ഉപയോഗം വർദ്ധിച്ചതും മൊത്തത്തിലുള്ള വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കാൻ കാരണമായെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. വൈദ്യുതി ഉപഭോഗം റെക്കോർഡിലെത്തിയതോടെ പവർ കട്ടിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. പവർ എക്സ്ചേഞ്ചിൽ നിന്നും കൂടിയ അളവിൽ വൈദ്യുതി ലഭ്യമാകുന്നത് ബുദ്ധിമുട്ടായതിനാൽ ദീർഘകാല കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ അനുവാദം KECB തേടിയിട്ടുണ്ട്. ചൂട് കൂടുന്നത് കാരണം മെയ് 15 വരെ ഉപഭോഗം ഉയർന്നു നിൽക്കുമെന്നാണ് KECBയുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കേരളത്തിൽ പുരപ്പുറ സോളാർ പദ്ധതികൾ വ്യാപകമാകുന്നതിനിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അധിക വൈദ്യുതി ഏറ്റെടുക്കാൻ KECB ട്രാൻസ്ഫോമറുകൾക്ക് ശേഷിയില്ലാത്തത് വലിയ പ്രതിസന്ധിയാകുന്നു. പലയിടങ്ങളിലെയും ട്രാൻസ്ഫോമറുകൾ അവയുടെ ഹോസ്റ്റിംഗ് കപ്പാസിറ്റിയുടെ 90% എത്തിയതിനാൽ പുതിയ പുരപ്പുറ സോളാർ അപേക്ഷകൾ സാങ്കേതിക അനുമതി ലഭിക്കുന്നില്ല. കേരളത്തിലെ പുരപ്പുറ സോളാർ മേഖല നിലവിൽ വലിയ മുന്നേറ്റം നടത്തുകയാണ്. ഇതിനിടെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അധിക വൈദ്യുതി ഏറ്റെടുക്കാൻ KECB ട്രാൻസ്ഫോമറുകൾക്ക് ശേഷിയില്ലാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. ട്രാൻസ്ഫോമറുകളുടെ ശേഷി കുറയുമ്പോൾ പുതിയ സോളാർ കണക്ഷനുകൾക്ക് ഹൈബ്രിഡ് ഇൻവെർട്ടറുകളും ബാറ്ററി സ്റ്റോറേജ് സംവിധാനവും നിർബന്ധമാക്കാനാണ് റെഗുലേറ്ററി കമ്മീഷന്റെ പുതിയ ചട്ടങ്ങൾ നിർദ്ദേശിക്കുന്നത്. എന്നാൽ ഇത് സാധാരണക്കാരായ നിക്ഷേപകർക്ക് വലിയ അധിക സാമ്പത്തിക ബാധ്യത വരുത്തുന്നുവെന്നാണ് പ്രൊസ്യൂമർ സംഘടനകളുടെ പരാതി.
കേന്ദ്ര നിയമങ്ങൾ പ്രകാരം 10 കിലോവാട്ട് വരെയുള്ള പദ്ധതികൾക്ക് ട്രാൻസ്ഫോമർ ശേഷി നോക്കാതെ അനുമതി നൽകണമെന്നും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് വൈദ്യുതി ബോർഡിന്റെ ഉത്തരവാദിത്തമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. റെഗുലേറ്ററി കമ്മീഷന്റെ പ്രസിദ്ധീകരിച്ച 2025 പുതുക്കിയ പുനരുപയോഗ ഊർജ്ജ ചട്ടങ്ങൾ കേരളത്തിന്റെ സോളാർ മേഖലയെ പിന്നോട്ടടിക്കുന്നു എന്നാണ് കേരള ഡൊമസ്റ്റിക് സോളാർ പ്രൊസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി പറയുന്നത്. പുതിയ ചട്ടങ്ങൾ അനുസരിച്ച് വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾക്ക് നെറ്റ് മീറ്ററിംഗ് അനുവദിക്കുന്നില്ല എന്നതും പോരായ്മയാണ്. 2026 ഏപ്രിൽ 15 കണക്കനുസരിച്ച് 2.2 ലക്ഷം സോളാർ നിലയങ്ങളുമായി ഇന്ത്യയിൽ 4ാം സ്ഥാനത്താണ് കേരളം. സംസ്ഥാനത്തിന്റെ ആകെ ഉൽപാദന ശേഷി 871 മെഗാവാട്ടിൽ എത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.